ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ കായം വാങ്ങിക്കാറുണ്ടായിരിക്കും. ചിലർ ഇതേപോലെയുള്ള കട്ടക്കായാണ് വാങ്ങിക്കാറ്, പക്ഷെ മറ്റു ചിലർ പൊടിയാണ് വാങ്ങിക്കാറുള്ളത്. ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പലരും പൊടി വാങ്ങിക്കുന്നത്. എന്നാൽ കട്ടക്കായം തന്നെയാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതലും, അതേപോലെ തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെയുള്ള കായം വാങ്ങിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കണ്ടു നോക്കൂ. എന്നിട്ട് ഇതിലുള്ള ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. കട്ടക്കായം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് മുറിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കത്തി കൊണ്ട് മുറിച്ചെടുക്കുമ്പോൾ ഇത് മുറിയാനായിട്ടും പ്രയാസമാണ്, അതേപോലെ തന്നെ കൈ മുറിയാനുള്ള ചാൻസ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ കട്ടക്കായം നമുക്ക് എളുപ്പത്തിൽ കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കാം. എത്ര ചെറുതാക്കിയിട്ട് വേണമെങ്കിലും നമുക്ക് കത്രിക വെച്ചിട്ട് ഈസി ആയിട്ട് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കത്തി കൊണ്ട് മുറിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും വളരെ എളുപ്പവും അതുപോലെ തന്നെ സേഫും ഇതേപോലെ കത്രിക വെച്ചിട്ട് മുറിക്കുന്നതായിരിക്കും. നമ്മൾ ഇതേപോലെയുള്ള കട്ടക്കായം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ലോണം കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് അത് കുത്തി പൊട്ടിച്ചെടുക്കാനൊക്കെ ആയിട്ട് വളരെയധികം പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ കായം വാങ്ങിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് വെക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ കായപ്പൊടി യൂസ് ചെയ്യേണ്ട എന്നുള്ളവർക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒരു ബോക്സിലെല്ലാം കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുറിച്ചതിനൊരു കാര്യം ഇല്ലാണ്ടായി പോവും. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ അറകളുള്ള ബോക്സിൽ ഓരോ പീസസ് ആക്കി ഇട്ട് വെക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അല്ലാണ്ട് ഒരിക്കലും ഒരു ബോക്സിൽ തന്നെ എല്ലാം കൂടെ ഇട്ട് വെക്കരുത്. അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അതെല്ലാം കൂടെ ഒട്ടി ഒന്നായിട്ടിരിക്കും. അപ്പോൾ ഇതേപോലെ കട്ടക്കായം തന്നെ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ വെക്കാവുന്നതാണ്. ഈ കട്ടക്കായം വാങ്ങിക്കാനായിട്ട് പലരും മടിക്കുന്നതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടയായി പോവും. പിന്നീട് അത് പൊടിച്ചെടുക്കാനും ഒക്കെ വളരെയധികം പ്രയാസമായിരിക്കും. അപ്പോൾ ഇതേപോലെ കായം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ നല്ലതായിരിക്കും. നമ്മൾ വാങ്ങിക്കുന്ന കായപ്പൊടിയേക്കാളും ടേസ്റ്റും മണവും ഇതിനുണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് കായം പൊടിയാക്കി വെക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ഈസി മെത്തേഡ്സ് ആണ്. നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ളത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഓവനുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഓവനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കായത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഓവനിൽ വെച്ചിട്ട് ഹൈ പവറിലിട്ടിട്ട് 1 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ പൊന്തിയിട്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗം തൊട്ട് നോക്കുമ്പോൾ അവിടെ നല്ല ഹാർഡായി വന്നിട്ടില്ല. എല്ലാ ഭാഗവും നല്ല ഹാർഡായിട്ട് കിട്ടണം. അപ്പോൾ ഞാനൊരു 30 സെക്കൻഡ് കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ലോണം കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നേരം ഇത് വെക്കരുത്. ഈ കായത്തിൻ്റെ ഉൾഭാഗം കരിഞ്ഞു പോകും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇത് നല്ലോണം ഹാർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് പൊടിച്ചെടുക്കുന്നത് അവസാനമാണ് കാണിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു രീതിയിൽ കൂടി ഈ കായം നമുക്ക് എങ്ങനെ പൊടിച്ചെടുക്കാമെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ളൊരു പാത്രമാണ്. ഇതേപോലെയുള്ള പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറ് കോരി ആയാലും മതി. അപ്പോൾ ഞാനിവിടെ ഈ കായം ഇതേപോലെ ഒരു ഫ്രൈ പാനിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ചൂടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ കായം ചൂടായി വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഈ കായം ഇങ്ങനെ പരന്ന് വരും. അപ്പോൾ ഇങ്ങനെ നല്ലോണം ഞാനിത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ പരന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊന്നിങ്ങനെ മറിച്ചിടാം. ഞാനിതിങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ചോറ് കോരി വെച്ചിട്ട് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ പറ്റുന്നുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇങ്ങനെ പരത്തി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ലോണം ഇങ്ങനെ വെന്ത് വരും. അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കാം.
ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം തന്നെ ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊള്ളച്ച് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതായത് ഒരു ചപ്പാത്തിയൊക്കെ നമ്മൾ ചുടുമ്പോൾ ഇങ്ങനെ പൊള്ളച്ച് വരുന്നത് പോലെ ഇതിങ്ങനെ പൊങ്ങി വരും. ഇപ്പോൾ ഇത് നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതും ഇപ്പം ഉണ്ടാക്കിയതും നല്ലോണം തന്നെ ചൂടാറിക്കിട്ടിട്ടുണ്ട്. രണ്ടും നല്ലോണം ഹാർഡായിട്ടുണ്ട്. ഇപ്പം നമ്മളിതിങ്ങനെ പൊട്ടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി കിട്ടും. ഇപ്പം ഞാനിത് മുഴുവനായിട്ടും ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഓവനിൽ വെച്ചത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ തന്നെ ഇതിങ്ങനെ പൊട്ടിക്കിട്ടും. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തതാണ്. നല്ലോണം തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കായപ്പൊടി വാങ്ങിക്കുന്നതിന് പകരം ഇതേപോലെ ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാനും പറ്റും. നമ്മൾ വാങ്ങിക്കുന്ന കായപ്പൊടിയേക്കാൾ നല്ല കായപ്പൊടി കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ കായം കട്ടയാവുക എന്നുള്ളൊരു പ്രശ്നവും ഉണ്ടാവില്ല. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ ഈ കായപ്പൊടി ഇതേപോലെയുള്ളൊരു ബോട്ടിലേക്കാണ് ആക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനും വളരെ എളുപ്പമായിരിക്കും. ഞാനിത് ഈ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൽ നിന്നും എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി കായം വാങ്ങിക്കുന്നവർ ഇതേപോലെ ഒന്ന് ചെയ്ത് വെക്കൂ. വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക് യു.